നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. ക്രെയിൻ മതിലിലിടിച്ച അപകടം. ചാവക്കാട് ഏനാമാവ് റോഡിൽ പാലയൂർ ഡോബിപ്പടിയിൽ ബുധനാഴ്ച രാത്രി 8:30യോടെയായിരുന്നു അപകടം. ബസിന്റെ സൈഡ് കൊടുത്ത ക്രെയിൻ നിയന്ത്രണം വിട്ട് റോഡരികിലെ മാളിയേക്കൽ റാസിക്കിന്റെ വീട്ടുമതിൽ ഇടിച്ചു തകർത്തു. അങ്ങാടിത്താഴത്തുള്ള സ്വകാര്യ മരമില്ലിലെ ക്രെയിനാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തെ തുടർന്ന് പഞ്ചാരമുക്ക് മുതൽ ചാവക്കാട് വരെ 15 മിനിറ്റോളം ഗതാഗതം തടസ്സപ്പെട്ടു. പിന്നീട് ക്രെയിൻ സ്ഥലത്തുനിന്നും മാറ്റി. വാർഡ് കൗൺസിലർ നൌഷാദ് അഹമ്മവും നാട്ടുകാരും ചേർന്ന് ഗതാഗതം പുനഃസ്ഥാപിച്ചു. റോഡിന് വീതി കുറവായതും കാനയ്ക്ക് സ്ലാബിടാത്തതുമാണ് അപകടത്തിന് കാരണമെന്ന് നാട്ടുകാർ പറഞ്ഞു. സ്ലാബിടാനുള്ള നടപടികൾ ആരംഭിക്കുമെന്ന് 23-ാം വാർഡ് കൗൺസിലർ നൌഷാദ് അറിയിച്ചു. വിവരസാങ്കേതിക വിദ്യയുടെ വിസ്ഫോടന മാറ്റങ്ങൾക്കൊപ്പം കേരള വിഷനും മുന്നേറ്റത്തിന് തയ്യാറെടുക്കുകയാണെന്ന് KCCL ചെയർമാൻ K. ഗോവിന്ദൻ പറഞ്ഞു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഗുരുവായൂർ മേഖലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ ഇന്റർനെറ്റ് വിനിമയ രംഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ ഉപഭോക്താക്കളുടെ അഭിരുചിക്കനുസരിച്ച് നൽകുവാൻ വിതരണ ശൃംഖലയിലും സാങ്കേതികവിദ്യയിലും അടിമുടി മാറ്റം വരുത്തും. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കേബിൾ TV മേഖല വലിയ കുതിച്ചുചാട്ടത്തിനാണ് സാക്ഷ്യം വഹിച്ചത്. വരും ദശകങ്ങളിലെ സാങ്കേതിക മാറ്റങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടപ്പിലാക്കി വരുന്നത്. അടുത്ത 30 വർഷത്തെ വികസന സാധ്യതകൾ ലക്ഷ്യമിട്ടാണ് നിലവിലെ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മൾ ആരും പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അതിഭീകരവും അത്യന്തം അത്ഭുതകരവും വിസ്ഫോടനാത്മകവുമായ മാറ്റങ്ങളാണ്. അങ്ങനെ പറയാൻ കാരണം നമ്മുടെ ഈ മാനവരാശി ഉണ്ടായിട്ട് ഒരു 3,15,000 വർഷങ്ങളായിട്ടാണ് കണക്കാക്കുന്നത്. 3,15,000 വർഷം കൊണ്ട് ആകെ ഈ ഹോമോസാപ്പിയൻ എന്ന് പറയുന്ന നമ്മുടെ മനുഷ്യവർഗം കണ്ടെത്തിയിട്ടുള്ള മുഴുവൻ അറിവുകളുടെയും ഇരട്ടി അറിവിന്റെ വിസ്ഫോടനം ഉണ്ടാകുന്നത് കഴിഞ്ഞ 10 വർഷങ്ങൾക്കിടയിലാണ്. അതാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്ന കണക്ക്. അപ്പോൾ ഒരു 10 വർഷം കൊണ്ട് 3.25 ലക്ഷം വർഷങ്ങളുടെ അറിവിന്റെ ഡബിളിംഗ് ഉണ്ടാകുന്നു, മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടാകുന്നു എന്ന് പറയുന്നത് അത്ര ചെറിയൊരു കാര്യമല്ല. ഗുരുവായൂർ നഗരസഭ ഫെസിലിറ്റേഷൻ സെന്ററിൽ മേഖലാ പ്രസിഡന്റ് RH ഹാരിസ് പതാക ഉയർത്തിയതോടെയാണ് സമ്മേളനത്തിന് തുടക്കമായത്. തുടർന്ന് ഹാരിസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വിവിധ റിപ്പോർട്ടുകൾ അവതരിപ്പിച്ചു. മേഖലാ ജോയിന്റ് സെക്രട്ടറി ഹംസ ഷമീം അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. മേഖലാ സെക്രട്ടറി KC ജെയിംസ് പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ AJ അജോ സാമ്പത്തിക റിപ്പോർട്ടും അവതരിപ്പിച്ചു. MK സമദ് ഓഡിറ്റ് റിപ്പോർട്ടും ജില്ലാ സെക്രട്ടറി P ആന്റണി ജില്ലാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ്, KCCL ഡയറക്ടർ VP ബിജു, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ CA ബൈജു, PM നാസർ, മേഖലാ വൈസ് പ്രസിഡന്റ് TS രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. വീടിന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന മോട്ടോർ സൈക്കിൾ മോഷ്ടിച്ചതായി പരാതി. കുന്നംകുളം കക്കാട് സ്വദേശി കള്ളിപ്പറമ്പിൽ വീട്ടിൽ KN വിനീഷിന്റെ ഉടമസ്ഥതയിലുള്ള KL 46V 4781 ഹീറോ HF ഡീലക്സ് ബൈക്കാണ് മോഷണം പോയത്. ബുധനാഴ്ച പുലർച്ചെ 1:30ഓടെയാണ് സംഭവം. ഏകദേശം 80,000 രൂപ വിലമതിക്കുന്നതാണ് നഷ്ടപ്പെട്ട ബൈക്ക്. വിനീഷിന്റെ പരാതിയിൽ കുന്നംകുളം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പ്രതിക്കായി തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. MLAയുടെ വാക്ക് പാഴ്വാക്കായി. പൊന്നാനി കോൾപ്പടവിൽ നെൽകൃഷി സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി കർഷകർ നൂറടിത്തോട്ടിലെ നീരൊഴുക്ക് തടഞ്ഞു. സാധാരണ ഡിസംബർ 31 മുതൽ ജനുവരി 15 വരെയുള്ള ദിവസങ്ങളിലാണ് തിരുത്തിക്കാട് ബണ്ടിലേക്ക് നൂറടിത്തോട്ടിൽ നിന്നും വെള്ളം പമ്പിംഗ് ചെയ്തിരുന്നത്. 15-ന് ശേഷം പൊന്നാനി കോൾപ്പടവിലെ 9,000 ഏക്കർ വരുന്ന കോൾപ്പടവുകളിൽ നെൽകൃഷിക്ക് വെള്ളം ആവശ്യമുള്ളതിനാൽ ബണ്ടിൽ നിന്നും വെള്ളം അടിക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. എന്നാൽ ഈ വർഷം തിരുത്തിക്കാട് ഭാഗത്തെ കൊയ്ത്തിന് സമയം വൈകി നടന്നതിനാലാണ് വെള്ളം അടിക്കുന്നതിന് കാലതാമസം നേരിട്ടത്. തിരുത്തിക്കാട് ബണ്ടിലെ പാടശേഖരങ്ങളിലേക്കാണ് പറമ്പുകളിലേക്കും മറ്റാവശ്യത്തിനുമായി നൂറടിത്തോട്ടിൽ നിന്നും വെള്ളം അടിക്കുന്നത്. കഴിഞ്ഞ ദിവസം AC മൊയ്തീൻ MLAയുടെ സാന്നിധ്യത്തിൽ പൊന്നാനി കോൾപ്പടവ് കർഷകർ അവരുടെ വെള്ളത്തിന്റെ ലഭ്യതയെക്കുറിച്ചുള്ള ആശങ്ക പങ്കുവയ്ക്കുകയും നെൽകൃഷിക്ക് പ്രാധാന്യം നൽകേണ്ടതിനാൽ വെള്ളം നൂറടിത്തോട്ടിൽ നിന്നും അടിക്കില്ല എന്ന് ഉറപ്പു നൽകുകയും ചെയ്തിരുന്നു. പൊന്നാനി കോളിന്റെ വിവിധ പടവുകളിൽ നെൽനടിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയങ്ങളിൽ നൂറടിത്തോട്ടിൽ വെള്ളം ബണ്ടിനൊപ്പം നിറച്ചു നിർത്തുകയാണ് പതിവ്. നിലവിൽ നൂറടിത്തോട്ടിൽ 2-3 അടി താഴ്ചയിലാണ് വെള്ളം നിൽക്കുന്നത്. ഇനിയും വെള്ളം താഴുകയാണെങ്കിൽ അത് തുടർ പ്രവർത്തനങ്ങൾക്ക് തികയാതെ വരും. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വെള്ളം സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി പൊന്നാനി കോൾപ്പടവ് അതിർത്തിയായ ചുള്ളിക്കാരൻ കുന്നിൽ നൂറടിത്തോട് തടഞ്ഞ് വെള്ളം കെട്ടി നിർത്തുവാൻ കർഷകർ രംഗത്തെത്തിയത്. ഇറിഗേഷൻ വകുപ്പിനെ അറിയിച്ചതിന് ശേഷമാണ് നീരൊഴുക്കു തടയുന്ന പ്രവർത്തനങ്ങൾ ആരംഭിച്ചതെന്ന് പരൂർ പടവ് കമ്മിറ്റി പ്രസിഡന്റ് AT അബ്ദുൾ ജബ്ബാർ
എക്സിക്യൂട്ടീവ് അംഗം ഷക്കീർ തുടങ്ങിയവർ പറഞ്ഞു. ഇപ്പോൾ 2-3 അടി താഴ്ചയിലാണ് വെള്ളം നിൽക്കുന്നത്. ഈ സമയത്തൊക്കെ വെള്ളം വണ്ടിനോടൊപ്പം നിൽക്കുന്ന സമയമാണ്. അപ്പോൾ വെള്ളം എല്ലാ പടവേരും ഇപ്പോഴാണ് നട്ട് കഴിയണം. പരുപടമൊക്കെ നട്ട് കഴിയണമല്ലോ. അപ്പോൾ വെള്ളം 3 മാസത്തെങ്കിലും വെള്ളം ആവശ്യമാണ്. അപ്പോൾ ആ വെള്ളത്തിൻ്റെ ലഭ്യത വളരെ കുറവായത് കാരണമാണ് ഞങ്ങളിപ്പോൾ ഇത് കെട്ടിയിട്ട് സംരക്ഷിക്കുന്നത്. അവരോട് പറഞ്ഞില്ലേ? എല്ലാവരോടും പറഞ്ഞു, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനോടും പറഞ്ഞ് മിന്നാന്ന് മീറ്റിംഗ് കൂടിയിട്ട് അടിക്കില്ല. MLA അടക്കം പറഞ്ഞതാണ് നെൽകൃഷിക്കാണ് മുൻഗണന കൊടുക്കൽ പറഞ്ഞു. എന്നിട്ട് ഇറിഗേഷനിലെ എഴുതിയ ഒരു പിടിവാശി മൂലമാണ് ഇപ്പോൾ ഇത് അടിക്കുന്നതെന്നാണ് അറിഞ്ഞത്. ഇരിങ്ങപ്പുറം SMUP സ്കൂളിന്റെ 112ാം വാർഷികാഘോഷത്തിന് തുടക്കമായി. വിരമിക്കുന്ന അധ്യാപകനുള്ള യാത്രയയപ്പ് നൽകി. ബുധൻ, വ്യാഴം ദിവസങ്ങളിലാണ് വാർഷികാഘോഷം. ബുധനാഴ്ച നടന്ന ആദര സമ്മേളനവും സുഹൃത്ത് സംഗമവും പ്രശസ്ത കഥാകൃത്ത് അശോകൻ ചെരുവിൽ ഉദ്ഘാടനം ചെയ്തു. എല്ലാവർക്കും ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യമാണ്. പ്രത്യേകിച്ചും പ്രായം കൂടുന്തോറും വിദ്യാലയങ്ങളിലേക്ക് വരാൻ, കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയങ്ങളിലേക്ക്, അത് നമ്മൾ പണ്ട് പഠിച്ചതാണെങ്കിൽ വളരെ സന്തോഷകരമായിരിക്കും. അല്ലാത്ത വിദ്യാലയത്തിലേക്ക് വരുമ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വളരെയേറെ അനുഭൂതിയും സന്തോഷവും ഒക്കെ ഉണ്ടാകുന്ന കാര്യമാണ്. കാരണം മറ്റേതൊരു വിദ്യാലയത്തിലാണ് പോകുന്നതെങ്കിൽ പോലും നമ്മൾ ഓർക്കുക നമ്മൾ പഠിച്ച വിദ്യാലയത്തെ കുറിച്ചായിരിക്കും. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജീബ് MP അധ്യക്ഷത വഹിച്ചു. 33 വർഷത്തെ സ്തുത്യർഹമായ സേവനത്തിനു ശേഷം വിരമിക്കുന്ന അധ്യാപകൻ KS സജീവ് മാസ്റ്ററുടെ ജീവിതത്തെ ആസ്പദമാക്കി തയ്യാറാക്കിയ ഡോക്യുമെന്ററിയുടെ പ്രകാശനം ചലച്ചിത്രതാരം ഷംല ഹംസ നിർവഹിച്ചു. ചിത്രകാരൻ ഏങ്ങണ്ടിയൂർ കാർത്തികേയൻ വിരമിക്കുന്ന സജീവ് മാസ്റ്ററുടെ ചിത്രം ഗസൽ പാടിക്കൊണ്ട് വരച്ചത് ചടങ്ങിന് മാറ്റുകൂട്ടി. പരീക്ഷകളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനദാനവും ചൊവ്വല്ലൂർ കൃഷ്ണൻകുട്ടി സാഹിത്യ പുരസ്കാര വിതരണവും ചടങ്ങിൽ നടന്നു. PTA പ്രസിഡന്റ് KK സുധീഷ്, മാനേജർ പ്രതിനിധി KR സുജിത്ത്, ജനറൽ കൺവീനർ KS സിനി ടീച്ചർ, OSA പ്രസിഡന്റ് CM ഹരിദാസ്, PTA പ്രസിഡന്റ് അശ്വതി സുജയൻ തുടങ്ങിയവർ സംസാരിച്ചു. സമ്മേളനത്തിനു ശേഷം പ്രശസ്ത മൃദംഗ വിദ്വാൻ ഡോക്ടർ ബാബുരാജ് പെരിയരംപറ്റ നയിക്കുന്ന നാദ വൈഖരി മ്യൂസിക് ബാൻഡിന്റെ സംഗീത വിരുന്നും അരങ്ങേറി. വ്യാഴാഴ്ച വൈകിട്ട് 5 മണിക്ക് നടക്കുന്ന സ്കൂൾ വാർഷികാഘോഷം പ്രശസ്ത എഴുത്തുകാരനും നടനുമായ VK ശ്രീരാമൻ ഉദ്ഘാടനം ചെയ്യും. തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ IAS ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും. കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ LSS, USS ജേതാക്കളെ ആദരിക്കും. വിശിഷ്ടാതിഥികളായി ചിത്രകാരൻ ഏങ്ങണ്ടിയൂർ കാർത്തികേയൻ, കുന്നംകുളം നഗരസഭാ വൈസ് ചെയർമാൻ PG ജയപ്രകാശ്, ജനപ്രതിനിധികളായ സിനിഷ അനീഷ്, സുൽഫത്ത് ബക്കർ, സൗമ്യ നിമിഷ എന്നിവർ പങ്കെടുക്കും. ചൂണ്ടൽ ലേഡി ഇമാക്കുലേറ്റ് ഗേൾസ് ഹൈസ്കൂളിന്റെ 74ാം വാർഷികവും യാത്രയയപ്പ് സമ്മേളനവും നടന്നു. വിദ്യാലയാങ്കണത്തിൽ നടന്ന വാർഷികാഘോഷവും യാത്രയയപ്പ് സമ്മേളനവും ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ IAS ഉദ്ഘാടനം ചെയ്തു. എല്ലാ കാര്യങ്ങളും പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇപ്പം നമ്മൾക്ക് എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും, സ്ട്രെങ്ത് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടാവും, എന്തെങ്കിലും നമുക്ക് ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളുണ്ടാവും. അതെപ്പോഴും ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുക. അത് കൂടുതലായിട്ട് ട്രൈ ചെയ്യുമ്പോഴാണ് അത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കുക. കൂടാതെ തന്നെ നമ്മൾക്ക് ഒരുപാട് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഓരോ ടാലൻറ്റഡ് ആയിരിക്കും, ഓരോ പോസിറ്റീവായിട്ടുള്ള സ്ട്രെങ്ത് ഉണ്ടാവും. അത് നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു കോൺഫിഡൻ്റ് ആയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ് എല്ലാ കുട്ടികളോടും ഞാൻ പറയുന്നത്. നമ്മളെപ്പോഴും ഒരു കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് വന്നുകൊണ്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ നല്ല ഒരു ഹാർഡ് വർക്കോടെയും ഡിറ്റർമിനേഷനോട് കൂടിയിട്ടും ചെയ്യാൻ ഒന്ന് പ്രയത്നിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണോ വിചാരിക്കുന്നത് അത് നമുക്ക് നേടാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇതെപ്പോഴും കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുകയും ഡ്രീം ചെയ്യുക എന്നുള്ളത് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് ജീവിതത്തിൽ ഒരുപാട് ഹെൽപ്ഫുള്ളായിരിക്കും. നിർമ്മല പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ സാലി പോൾ അധ്യക്ഷയായി. സിസ്റ്റർ സോണി വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിനി പ്രസാദ് മുഖ്യപ്രഭാഷണം നടത്തി. ചൂണ്ടൽ സാൻതോം പള്ളി വികാരി ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ അനുഗ്രഹ പ്രഭാഷണം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷൈല പുഷ്പാകരൻ, ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ T രാധ, ലാസലേറ്റ ഭവൻ സുപ്പീരിയർ ഫാദർ ജോണി വടക്കൻ, PTA പ്രസിഡന്റ് AK ഷക്കീർ, സ്റ്റാഫ് പ്രതിനിധി AA പെട്രീഷ്യ, വിദ്യാർത്ഥി പ്രതിനിധി CL നേഹ, MPTA പ്രസിഡന്റ് സിമി ബിജു, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് വനജ സുകുമാരൻ, സ്കൂൾ ലീഡർ PR അഞ്ജിമ എന്നിവർ സംസാരിച്ചു. വിദ്യാലയത്തിൽ നിന്ന് ഈ വർഷം വിരമിക്കുന്ന പ്രധാനാധ്യാപിക സിസ്റ്റർ മരിയ ഗ്രേസ്, ഹൈസ്കൂൾ അധ്യാപിക CO ബേബി ടീച്ചർ, UP വിഭാഗം അധ്യാപിക മേരി ജോസ് വടക്കൂട്ട് എന്നിവർക്ക് ചടങ്ങിൽ ഉപഹാരം സമർപ്പിച്ചു. പ്ലാറ്റിനം ജൂബിലിയുടെ ലോഗോ പ്രകാശനം ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യനും മാഗസിൻ പ്രകാശനം സിസ്റ്റർ സാലി പോളും നിർവഹിച്ചു.
സാന്റ് ടോം കോൺവെന്റ് മദർ സുപ്പീരിയർ സി ശുഭ ചാക്കോ സമ്മാനദാനം നിർവഹിച്ചു. വാർഷികത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും അരങ്ങേറി. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ പ്രവർത്തന മികവിന് ആശാപ്രവർത്തകരെ ആദരിച്ചു. പ്രദേശത്ത് ക്ഷയരോഗം കണ്ടെത്താനും പ്രതിരോധ പ്രവർത്തനങ്ങൾ കൃത്യമായി നടപ്പാക്കിയതിനുമാണ് ആദരം. കണ്ടാണശ്ശേരി പഞ്ചായത്ത് വാർഡ് 8-ലെ ആശാപ്രവർത്തകയായ ബ്രീസി ജേക്കബ്, വാർഡ് 2-ലെ ആശാപ്രവർത്തക PK സിമി എന്നിവരെയാണ് ആദരിച്ചത്. പഞ്ചായത്ത് ആരോഗ്യ സ്ഥിരം സമിതി ചെയർമാൻ VV തിലകൻ പുരസ്കാരങ്ങളും ക്യാഷ് അവാർഡും വിതരണം നടത്തി. മെഡിക്കൽ ഓഫീസർ ഇൻചാർജ് ഡോക്ടർ KP ചിന്ത, ഹെൽത്ത് ഇൻസ്പെക്ടർ NF ജോസഫ്, പബ്ലിക് ഹെൽത്ത് നഴ്സ് ഇൻചാർജ് നിത ശ്രീനി, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ C ബിഞ്ചു ജേക്കബ്, VL ബിജു, TS ശരത്, മിഡിൽ ലെവൽ സർവീസ് പ്രൊവൈഡർ നഴ്സുമാർ, ആശാപ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു. മണികണ്ഠേശ്വരം ശ്രീ ഉമാമഹേശ്വര ക്ഷേത്രത്തിലെ പാലക്കൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ മകരശുഭ മഹോത്സവം നടത്തി. പുലർച്ചെ നട തുറക്കൽ, വിശേഷാൽ പൂജകൾ, പറവെപ്പ്, പാലക്കൽ ഭഗവതിക്ക് പട്ടും താലിയും ചാർത്തൽ എന്നിവയുണ്ടായി. ക്ഷേത്രമേൽശാന്തി ഗോപാലകൃഷ്ണൻ കാർമ്മികത്വം വഹിച്ചു. വൈകിട്ട് വേലയെഴുന്നള്ളിപ്പ്, ദീപാരാധനയുമുണ്ടായി. രാത്രി 12:30 നാട്ടുതാലവും വടക്കേത്തറയിൽ ഗുരുതിയുമുണ്ടായിരുന്നു. തുടർന്ന് ബ്ലാങ്ങാട് ഉണ്ണികൃഷ്ണനും സംഘവും അവതരിപ്പിച്ച തായമ്പക, ഗാനമേള എന്നിവയും അരങ്ങേറി. ക്ഷേത്രം ട്രസ്റ്റി ബോർഡ് ചെയർമാൻ രാധാകൃഷ്ണൻ, അംഗങ്ങളായ മണിക്കുട്ടൻ, രാജൻ, ഗംഗാധരൻ, ക്ഷേത്രം ക്ലർക്ക് സുധാകരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ചാവക്കാട് നിന്ന് അവശനിലയിൽ കണ്ടെത്തിയതിനെ തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചയാൾ മരിച്ചു. ചികിത്സയിലിരിക്കെ മരിച്ചയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല. ഏകദേശം 70 വയസ്സ് തോന്നിക്കുന്ന മെലിഞ്ഞ ശരീരമുള്ള ആളാണ്. ചാവക്കാട് സെന്ററിൽ വെച്ച് ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ പ്രകടിപ്പിച്ച ഇയാളെ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. തുടർ ചികിത്സയ്ക്കായാണ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത്. ഇയാളെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ ചാവക്കാട് പോലീസ് സ്റ്റേഷനിലോ 9497987135 എന്ന നമ്പറിലോ അറിയിക്കേണ്ടതാണ്. ഗുരുവായൂർ ചാമുണ്ടേശ്വരി റോഡിലെ നടപ്പാതയിൽ പത്തി വിടർത്തി നിന്ന മൂർഖൻ പാമ്പ് നാട്ടുകാരെ 1.5 മണിക്കൂറോളം ഭീതിയുടെ മുൾമുനയിലാക്കി. ബുധനാഴ്ച ഉച്ചയ്ക്ക് 2:30യോടെയാണ് നടപ്പാതയിൽ പാമ്പ് പത്തി വിടർത്തി നിൽക്കുന്നതായി കാൽനട യാത്രികർ കണ്ടത്. സമീപത്തെ റോഡിൽ നിന്ന് നടപ്പാതയിലേക്ക് പ്രവേശിക്കാൻ തിരിയുന്ന ഭാഗത്താണ് പാമ്പ് നിലയുറപ്പിച്ചിരുന്നത്. തിരിഞ്ഞ് ഈ നടപ്പാതയിലേക്ക് പ്രവേശിക്കുന്ന കാൽനട യാത്രികർക്ക് പാമ്പ് കടിയേൽക്കുമോ എന്ന ആശങ്കയിലായി നാട്ടുകാർ. ഇതോടെ പരിസരത്ത് ജനം തടിച്ചുകൂടി. എന്നാൽ പാമ്പ് പത്തി വിടർത്തി ഒരേ നിൽപ്പായിരുന്നു. ഒടുവിൽ പാമ്പ് പിടുത്തക്കാരെത്തുമ്പോഴേക്കും 4 മണിയോടെ പാമ്പ് കാനയിലേക്ക് ഇഴഞ്ഞുപോയി. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 14,145 രൂപ. സ്വർണം പവന് 1,13,160 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 325 രൂപ. ചരമം. എരുമപ്പെട്ടി കുട്ടഞ്ചേരി ചീനിക്കുണ്ടിൽ ചന്ദ്രൻ നിര്യാതനായി. 72 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ 9 മണിക്ക് ചെറുതുരുത്തി ശാന്തി തീരത്ത് നടത്തും. ദാക്ഷായണി ഭാര്യയും സജീവൻ, രാജീവ്, ശശീന്ദ്രൻ എന്നിവർ മക്കളുമാണ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.